നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന ഹൊറർ പടങ്ങളുടെ ഒരു ടിപ്പിക്കൽ ക്ലീഷേ പാറ്റേൺ ഉണ്ടല്ലോ. നിഗൂഢമായൊരു സ്ഥലം, അതൊരു കാടാവാം, വീടാവാം, അല്ലെങ്കിൽ കാടിനുള്ളിലുള്ളൊരു വീടാവാം, അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമം, അവിടെ പറയപ്പെടുന്ന ഒരു ഫോക്ലോർ കഥ, ഇതൊക്കെ അറിഞ്ഞിട്ടും അവിടെ തന്നെ വന്ന് താമസിക്കുന്ന പോക്കണം കെട്ട കഥാനായകൻ അല്ലെങ്കിൽ കഥാനായിക. പിന്നെ ജംസ്കേഴ്സ് ഇട്ട് പേടിപ്പിക്കുക, ഡീപ്പ് സൈലന്റ് പോയിന്റ് ഇന്ന് ഹൈ പിച്ച് സൗണ്ട് ഇട്ട് ഞെട്ടിക്കുക. ഇങ്ങനെ ഒത്തിരി കണ്ടിട്ടുള്ള ഒരുമാതിരി ക്ലീഷേ ഹൊറർ പടമല്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു സ്ഥിരം ക്ലീഷേ ബ്രേക്ക് ചെയ്ത ഒട്ടനവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മിഡ്സമ്മർ, മെൻ, ബാർബേറിയൻ, ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൽ, നൊസ്ഫെറാറ്റു, ടോക്ക് ടു മീ, ഇതുപോലെ തന്നെയുള്ള ഒരു അടിപൊളി ഹൊറർ പടം. ടോക്ക് ടു മീയുടെ ഡയറക്ടേഴ്സ് തന്നെ ഡയറക്ട് ചെയ്ത 2025 റിലീസായ ബ്രിങ് ഹെർ ബാക്ക്. പടം 18+ ആണ്. കുറേ അധികം അറപ്പ് തോന്നിക്കുന്ന സീൻസ് ഉണ്ട്. ചോര കാണുമ്പോൾ തല ഇറങ്ങുന്നവർക്ക് പറ്റിയ പടമേ അല്ല. ബോഡി ഹൊറൊക്കെ അവർ എക്സ്ട്രീമിൽ കാണിക്കുന്നുണ്ട്. സിനിമയുടെ അവസാനം 30 മിനിറ്റ് കണ്ടിരിക്കാൻ നല്ല പാടാണ്. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ സിനിമ കണ്ടു നോക്കാം. അധികം വൈകാതെ പ്രൈം വീഡിയോയിൽ സിനിമ വരുമെന്ന് തോന്നുന്നു. നിലവിൽ ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ VODയിൽ മാത്രമേ സിനിമ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് കൂടുതൽ സിനിമകളുടെ കഥകളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, സിനിമയെ പറ്റിയും വീഡിയോ പറ്റിയും ഒക്കെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ. കഥ തുടങ്ങുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ സംഭവിച്ച എന്തൊക്കെയോ ഹൊറർ പരിപാടി കാണിച്ചുകൊണ്ടാണ്. ഏതാ സംഭവം എന്ന് വ്യക്തമായി കാണിക്കുന്നില്ല. ഒറ്റ കാഴ്ചയിൽ എന്തോ ഒരു കൾട്ടിന്റെ ആചാരം പോലെ തോന്നിയെങ്കിലും അതൊരു കൾട്ടല്ലെന്ന് പ്രത്യേകം കാണിക്കുന്നുണ്ട്. റഷ്യൻ ലാംഗ്വേജിലാണ് അവർ സംസാരിക്കുന്നത്. കുറെ ആളുകൾ ചേർന്ന് നിഗൂഢമായി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. കുറച്ചൊക്കെ മാത്രമേ നമുക്ക് കാണിച്ചു തരുന്നുള്ളൂ. അക്കൂട്ടത്തിൽ ഒരാൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കാണാം. കൂട്ടത്തിൽ പലർക്കും തുണിയൊന്നുമില്ല. ഒരാളെ അവർ കൊല്ലാൻ ശ്രമിക്കുന്നു. ചിലരുടെയൊക്കെ ശരീരം മുറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖത്തൊക്കെ വിയേർഡായിട്ടുള്ള രീതിയിൽ ചുവന്ന പാടുകളൊക്കെ കാണാം. അവിടുന്ന് കെട്ടിയാൽ ഇപ്പോൾ പ്രസന്റ് ടൈമിൽ ഇവിടെ നിൽക്കുന്ന ഈ കുട്ടി, കണ്ണ് കാണാൻ പറ്റാത്ത ഈ കുട്ടിയാണ് നമ്മുടെ കഥാനായിക പൈപ്പർക്ക് ഒരു 10% മാത്രമേ കാഴ്ചയുള്ളൂ. ആകെ മൊത്തത്തിൽ ബ്ലേഡ് ആയിട്ടാണ് അവൾക്കെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു വൈകല്യമുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. പൈപ്പറിന്റെ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളോട് സൗഹൃദം സ്ഥാപിക്കാൻ പുള്ളിക്കാരി ശ്രമിക്കുന്നുണ്ടെങ്കിലും പിള്ളേർക്കൊന്നും വലിയ താല്പര്യമില്ല. ഒരുമാതിരി ഡിസ്റ്റൻസ് ഇട്ടുള്ള സംസാരം പിള്ളേരൊക്കെ. പൈപ്പറിനെ മനസ്സിലാക്കാൻ സുഹൃത്തുക്കൾ ആരും ശ്രമിക്കുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കൊച്ചിന്. ഇവനാണ് നമ്മുടെ കഥാനായകൻ, പൈപ്പറിന്റെ ബ്രദർ ആൻഡി. സ്റ്റെപ്പ് ബ്രദറാണ്. പൈപ്പറിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി അവളുടെ കാര്യങ്ങളൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന ആൻഡിയും പൈപ്പറും റെസ്റ്റ് റൂം യൂസ് ചെയ്യാറുന്ന അവരുടെ അച്ഛനെ വിളിച്ചെങ്കിലും അദ്ദേഹം റെസ്പോണ്ട് ചെയ്തില്ല. കുറേ സമയമായിട്ടും ആളെ റെസ്പോണ്ട് ചെയ്യാതായതോടെ പിള്ളേർക്ക് അങ്ങ് പേടിയായി. ഡോറ് ലോക്ക്ഡൌൺ ആണ്. പൈപ്പർ ഓടി ചെന്നൊരു കത്തി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ആൻഡി അത് യൂസ് ചെയ്ത് ഡോറ് തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ ഇവരുടെ അച്ഛന്റെ ജീവനില്ലാത്ത ശവമാണ് ഇവർക്ക് കാണാൻ പറ്റുന്നത്. അതും ഒരുമാതിരി വിയേർഡായിട്ടുള്ള രീതിയിൽ. മുഖത്തിലും കഴുത്തിലും ഒക്കെ ബ്ലഡൊക്കെ പുറത്ത് വന്ന് ഒരുമാതിരി പൊട്ടി അളിഞ്ഞു കിടക്കാന്നൊക്കെ പറയത്തില്ലേ, അത്ര വിയേർഡായിട്ടുള്ള രീതിയിൽ മരിച്ചു കിടക്കുന്നു. ഒരു നിമിഷം ആൻഡി അങ്ങ് സ്റ്റക്കായി പോയി. പൈപ്പർ ആവട്ടെ അച്ഛന്റെ ബോഡിയിലൊക്കെ തൊട്ട് നോക്കി അദ്ദേഹം മരിച്ചു എന്ന് മനസ്സിലാക്കി അലറി വിളിച്ച് കരഞ്ഞു. ദെൻ പോലീസ് വന്നു. ഇവരുടെ അച്ഛൻ്റെ ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റുന്നു. അദ്ദേഹത്തിന്റെ ഹെൽത്ത് അത്ര ഓക്കെ ആയിരുന്നില്ല. ആള് കീമോ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിരുന്നത്. എല്ലാം നോക്കി നടത്തിയിരുന്നത് ആൻഡിയാണ്. പൈപ്പർ ചെറിയ കുട്ടി ആയതുകൊണ്ടും കാഴ്ചയില്ലാത്തതുകൊണ്ടും കീമോ ഒക്കെ ചെയ്യുന്ന സമയം അവളെ ആ റൂമിൽ കയറ്റില്ലായിരുന്നു. അച്ഛന്റെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് നമ്മുടെ ആൻഡിയാണ്. ഇവിടെ പോകുന്ന നമ്മുടെ പൈപ്പറിനാണെങ്കിലും ആൻഡിക്കാണെങ്കിലും പ്രായപൂർത്തിയായിട്ടില്ല. സോ അടുത്ത ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവരെ ഫോസ്റ്റർ പേരൻസിന്റെ വീട്ടിലേക്ക് അയക്കും. ലോറ എന്നൊരു സ്ത്രീയാണ് ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത്. ഫോസ്റ്റർ പേരന്റിനോട് പോയി ജീവിക്കാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ ആൻഡി അവനും അവന്റെ സഹോദരിക്കും മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നിയമം അതിന് തടസ്സമാണെന്നും ഇവന് 18 വയസ്സായി കഴിഞ്ഞാൽ, ഏകദേശം ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞാൽ ഇവന് 18 വയസ്സാകും. ലീഗലി പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ അവന്റെ സഹോദരിയുടെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുത്ത് അങ്ങനെ മാറി താമസിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ചുരുങ്ങിയത് ഒരു 3 മാസത്തേക്കെങ്കിലും ഇവർക്ക് ഫോസ്റ്റർ പേരന്റിന്റെ കൂടെ ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന ലോറയുടെ കൂടി ഇവർക്ക് ജീവിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ആൻഡിയും പൈപ്പറും ലോറയുടെ വീട്ടിലേക്ക് മാറുന്നു. ചെക്കന് 17 വയസ്സേ ഉള്ളൂ. ഓസ്ട്രേലിയയിലെ പ്രൊഫഷണൽ ലൈസൻസ് P1 വെച്ചിട്ടാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. ആ ഒരു മെച്യൂരിറ്റി ഒക്കെ ഉള്ളൂ. ലോറയുടെ വീട്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ചെറുതായിട്ട് വണ്ടി തട്ടുന്നൊക്കെയുണ്ട്. 3 മാസം കഴിയുമ്പോൾ ഇവന് 18 വയസ്സാവും എന്ന് പറഞ്ഞ് ഇവന്റെ സഹോദരിയെ നോക്കാൻ ഇവൻ കേപ്പബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള ആ ഒരു മെച്യൂരിറ്റിയും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഏതായാലും ഇവർ ലോറയെ മീറ്റ് ചെയ്തു. പുള്ളിക്കാരി ഭയങ്കര സന്തോഷത്തോടാണ് ഇവരെ സ്വീകരിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ പൈപ്പറിനെ. ഈ ലോറയ്ക്ക് ഒരു മകളുണ്ടായിരുന്നു, ക്യാത്തി. ആ കൊച്ചിനും കണ്ണ് കാണത്തില്ല. ക്യാത്തി ഇപ്പൊ ലോറയുടെ കൂടെ ഇല്ല. കുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരണപ്പെട്ടു. അതിന്റെ വിഷമമൊക്കെ ഉണ്ട് ലോറയ്ക്ക്. അതിനുശേഷം തന്റെ മകളെ പോലെ കണ്ണ് കാണാൻ പറ്റാത്തൊരു കുട്ടിയെ വീണ്ടും കാണാൻ പറ്റിയപ്പോൾ ഇങ്ങനെ അവളെ ഏറ്റെടുക്കുമ്പോൾ, ദത്തെടുക്കുമ്പോൾ ലോറയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷത്തിൽ ലോറ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. സെൽഫി എടുത്തപ്പോൾ നമ്മുടെ ആൻഡിയെ കവർ ചെയ്ത് പുള്ളിക്കാരി അങ്ങ് നിന്നു. പിക്കിൽ ലോറയും പൈപ്പറും മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആൻഡി ഇവിടെ വന്ന് നിൽക്കുന്നത് പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടമല്ല. ആൻഡി കുറച്ച് പ്രശ്നക്കാരനായിരുന്നു. പാസ്റ്റിൽ അവൻ ചെറുകിട തരികിട പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇക്കാര്യങ്ങളൊക്കെ ലോറയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ലോറ നമ്മുടെ പൈപ്പറിനെ മാത്രം ദത്തെടുക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നെന്നുണ്ടെങ്കിലും ആൻഡിയെ വിട്ടുപോകാൻ പൈപ്പർ ഓക്കെ അല്ലായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചേ നിൽക്കുമെന്ന് വാശി പിടിച്ചതോടെയാണ് ഇവരെ രണ്ടുപേരെയും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ലോറയെ അറിയിച്ചത്. ശേഷം ആൻഡിയും പൈപ്പറും കൂടെ ബാക്ക്
യാർഡിലേക്കുള്ള ഡോർ തുറന്നപ്പോൾ ഇവിടെ ഇവരുടെ വീട്ടിൽ വളർത്തുന്ന ജങ്മാൻ എന്ന പൂച്ച പുറത്തിറങ്ങിപ്പോയി. പൂച്ച പുറത്തിറങ്ങി കഴിഞ്ഞാണ് ലോറ വിളിച്ചു പറയുന്നത് ഒരു കാരണവശാലും പൂച്ചയെ പുറത്ത് വിട്ടരുതെന്ന്. ആന്റി പൂച്ചയെ നോക്കി അങ്ങനെ ചെല്ലുന്നു. അവിടെ കോഴിക്കൂടും കോഴികളും ഒക്കെ ഉണ്ട്. ഒട്ടും വൃത്തിയില്ലാത്ത ബാക്ക് യാർഡ്, വെള്ളമില്ലാത്തൊരു പൂള്, മൊത്തം വൃത്തികേടായി കിടക്കുവാണ്, വൃത്തിയാക്കിയിട്ടില്ല. പൂളിനകത്തൊരുത്തൻ ഇറങ്ങി നിൽപ്പുണ്ട്. ഒരു കൊച്ചു പയ്യനാണ്, ഹാർഡ്ലി ഒരു 10 വയസ്സ് കാണും. ആ ചെറുക്കം പൂച്ചയെ എടുത്ത് ഒരുമാതിരി അതിനെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന പോലെ. ഉടനെ അവിടേക്ക് വരുന്ന ലോറ പൂച്ചയെ പിടിച്ചു വാങ്ങി. ഈ പയ്യന്റെ പേരാണ് ഒലിവർ. ആദ്യ കാഴ്ചയിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പയ്യനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവന്റെ മുഖത്തെ ആ പാട് കണ്ടില്ലേ? കഥയുടെ തുടക്കത്തിൽ ഒരു റിച്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അവിടെ ആ റിച്വൽ ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരാളുടെ മുഖത്തും ഏതാണ്ട് ഇതേപോലെ സിമിലർ ആയിട്ടുള്ള പാടുണ്ടായിരുന്നു. ഒലിവറിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരനും നമ്മുടെ ആന്റിയും പൈപ്പറയും പോലൊക്കെ തന്നെയാണ്. അവന്റെ പേരൻസിന്റെ മരണത്തിന് ശേഷം ലോറ അവനെ ദത്തെടുത്ത് ഇങ്ങനെ വളർത്തി വരുന്നു. പയ്യനെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അധികം ഒന്നും സംസാരിക്കാറില്ല. ഓൾമോസ്റ്റ് ഓൾ ദ ടൈം മിണ്ടാതിരിക്കും. ഊമയൊന്നുമല്ല, മാനസികമായി പയ്യൻ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഒരല്പം മുമ്പ് കണ്ടില്ലേ പൂളിൽ വെച്ച് ആ പൂച്ചയെ ഒരുമാതിരി ഞെക്കി കൊല്ലാൻ ശ്രമിക്കുന്നത്? മെന്റലി സ്റ്റേബിൾ അല്ല. ലോറ വേണ്ട വിധത്തിൽ കെയറും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് അങ്ങനെ പരിപാലിച്ച് ഒരു വിധത്തിൽ അവനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. പൈപ്പർ ഒലിവറിനെ പറ്റി ചോദിക്കുമ്പോൾ ഒലിവറിന് ചുവന്ന മുടികളാണെന്നും അത് കേളിയാണെന്നും ഒക്കെയാണ് ഈ ലോറ പറയുന്നത്. എന്നാൽ ശരിക്കും ചെക്കന് ഭയങ്കര ഷോർട്ട് ഹെയർ ആണ്. അത് റെഡ് ആണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. മേ ബി പൈപ്പറിന്റെ മനസ്സിൽ അവനെ പറ്റി നല്ലൊരു ഇമേജ് ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതായിരിക്കാം. ദെൻ നമ്മുടെ ഹീറോ ആന്റി സാധനങ്ങളെല്ലാം എടുത്ത് വീടിനകത്ത് ചെന്നു. പൈപ്പറിന് സ്റ്റേ ചെയ്യാൻ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു റൂം ലോറ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആന്റിക്ക് ഒരുമാതിരി ഒട്ടും സ്പേസ് ഇല്ലാത്ത ഒരു റൂമാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി ആ റൂമിൽ കുറേ അധികം സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഇവന്റെ സാധനങ്ങളോട് ആയപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥ. വെൽ, ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. എല്ലാം കൂടെ എവിടെയെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടാണെങ്കിലും നമ്മൾ മാനേജ് ചെയ്യും. അതുപോലെ തന്നെ ഇവനും സാധനങ്ങളെല്ലാം ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ ഇവന്റെ ഒരു ഫ്രണ്ടിന് സ്നാപ്പിലും മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഒലിവറിനെ പറ്റി മെസ്സേജ് അയക്കുന്നത് ചെക്കനൊരു വിയേഡോ ആണെന്നാണ്. അതും എഫ് വേർഡ് വിയേഡോ ആണെന്ന്. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നിയെങ്കിലും മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളെ പറ്റി അങ്ങനെ പറയാവോ? ഒലിവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുട്ടിയല്ലേ. മെന്റലി ആൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയല്ലേ വേണ്ടത്. ആന്റിക്കും അധികം പ്രായമൊന്നുമില്ലല്ലോ. അത് ആ ഒരു പക്വതയോടെ മനസ്സിലാക്കാൻ ഇവനും പറ്റിയിട്ടുണ്ടാവത്തില്ല. ഇന്നേരമാണ് നമ്മുടെ ലോറ ഇവന്റെ അടുത്ത് വരുന്നതും ഇവന്റെ ഫോണിലുള്ള മെസ്സേജസ് ഒക്കെ കാണുന്നതും. പുള്ളിക്കാരിക്ക് ആദ്യമേ തന്നെ ആന്റിയെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ഒലിവറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടായപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് പിന്നെയും അങ്ങ് വെറുപ്പാവുന്നുണ്ട്. വാട്ടവർ, ഇതിനൊക്കെ ശേഷം നമ്മുടെ പയ്യൻ ആന്റി ഒരു പ്രത്യേക വെള്ളപ്പൊടി വെള്ളത്തിൽ കലക്കി കുടിക്കുന്നുണ്ട്. സംഭവം മനസ്സിലായല്ലോ. അമ്മയൊക്കെ പറയാറില്ലേ ഇതൊക്കെ കഴിച്ചാൽ തട്ടിപ്പോവും, ഇതൊന്നും കഴിക്കാൻ പാടില്ലെന്ന്. സംഭവം തന്നെ ക്രിയാറ്റിനാണത്. ക്രിയാറ്റിൻ, വേ പ്രോട്ടീൻ, മാസ് ഗെയിനർ, ഇതിനൊക്കെ അത്യാവശ്യത്തിലേറെ ചീത്തപ്പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഏതായാലും നമ്മുടെ പയ്യൻ ആന്റി ആവശ്യത്തിന് ക്രിയാറ്റിനും എടുത്ത് അവന് കൊടുത്ത ചെറിയ റൂമിൽ അത്യാവശ്യം അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം അന്ന് രാത്രി നമ്മുടെ ലോറ പണ്ടെപ്പോഴും നടന്ന കുറേ റിച്വൽസിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുന്നുണ്ട്. കഥയുടെ തുടക്കത്തിൽ നമുക്ക് കാണിച്ചു തന്ന അതുപോലെയുള്ള കുറേ വിഷ്വൽസ് ഒക്കെ എന്തൊക്കെയോ ക്രീപ്പി ദുർമന്ത്രവാദം സെറ്റപ്പാണ്. അവരെന്തോ കാര്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പഴയ വീഡിയോ വേണ്ട അത്ര ക്വാളിറ്റി ഒന്നുമില്ല. എന്നാലും അതിൽ അവർ പലരെയും ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ, അതായത് ആ ഒരു റിച്വൽ ചെയ്യുന്ന ആളുകൾ മറ്റു പലരെയും പിടിച്ചുകൊണ്ട് വന്ന് ഉപദ്രവിക്കുന്നതായിട്ടും പലരുടെയും ശരീരമൊക്കെ മുറിഞ്ഞ് രക്തമൊക്കെ പുറത്ത് വന്ന് ഒരുമാതിരി ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ലോറ ഒലിവറിനെയും കൂട്ടിക്കൊണ്ട് അവരുടെ വീടിന് പുറത്തുള്ള മറ്റൊരു ഷെഡിലേക്ക് കയറി പോകുന്നത് കാണാം. രാത്രി പുറത്തെ ലൈറ്റ് ഓൺ ആയത് കണ്ട് നമ്മുടെ പയ്യൻ ആന്റിയും അങ്ങോട്ട് നോക്കിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവനും കാണുന്നുണ്ട്. ദെൻ അടുത്ത ദിവസം നമ്മുടെ ലോറ കുറച്ച് പെയിന്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവരുടെ സ്വിമ്മിംഗ് പൂളിനകത്ത് ഒരു പ്രത്യേക ഏരിയയിൽ ജസ്റ്റ് ഇങ്ങനെ പെയിന്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു പക്ഷേ വെള്ളത്തിന്റെ ലെവൽ മാർക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. ഈ ഒരു ലെവൽ വരെ മാത്രം വെള്ളം നിറച്ചിട്ടാൽ മതി, അതിനുവേണ്ടി ആയിരിക്കാം. ലോറയുടെ മകൾ ക്യാത്തി മുങ്ങി മരിച്ചതാണ്. ഇപ്പൊ ഇവരുടെ കൂടെ 3 കുട്ടികളുണ്ടല്ലോ. അതിൽ ആന്റിക്ക് അത്യാവശ്യം നീളം ഉണ്ടെങ്കിലും നമ്മുടെ പൈപ്പറിനോ ഒലിവറിനോ ഒന്നും അത്ര നീളമില്ല. ഒരുപക്ഷെ അന്ന് ക്യാത്തിക്ക് സംഭവിച്ച പോലെ ഈ കുട്ടികൾക്ക് ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിടുന്നത്. ദെൻ അന്ന് പകൽ നമ്മുടെ പയ്യൻ ആന്റി എണീറ്റ് വരുമ്പോഴാവട്ടെ അവന്റെ കവളിൽ മൊത്തം ഈത്ത ഒലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല അവൻ കിടന്നുപെടുത്തുന്നേ 10-17 വയസ്സായി, എന്നിട്ട് രാത്രി കിടന്നുപെടുത്തേക്കുന്നു. ഒരുപക്ഷെ വല്ല സ്വപ്നം കണ്ട് അറിയാതെ സ്വപ്നത്തിൽ മൂത്രം ഒഴിച്ചപ്പോൾ ഇങ്ങനെ സംഭവിച്ചായിരിക്കാം. ഒരു മിസ്റ്റേക്കൊക്കെ ആർക്കും പറ്റും. ചെക്കൻ ഒരുമാതിരി അങ്ങ് വല്ലാണ്ടായി. അവൻ നേരെ അവന്റെ തുണിയൊക്കെ കൊണ്ട് കഴുകാനിട്ടു. ദെൻ ആന്റിയുടെയും പൈപ്പറിന്റെയും അച്ഛന്റെ ഫ്യൂണറൽ. ആന്റിക്ക് അവന്റെ അച്ഛന്റെ ബോഡി കാണാനുള്ളൊരു മൈൻഡ് പോലും വരുന്നില്ല. വല്ലാത്തൊരു ട്രോമ അവസ്ഥയിലാണ് പയ്യൻ. കാരണം ഇവന്റെ അച്ഛൻ മരിച്ചു കിടന്നത് അങ്ങനെ വല്ലാത്തൊരു രീതിയിലാണ്. അടുത്തോട്ട് പോലും പോകാൻ തോന്നിയില്ല ഇവന്. പൈപ്പറിന് പ്രോപ്പറായിട്ട് കാഴ്ചയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവൾ ഓടിച്ചെന്ന് അച്ഛന്റെ ഡെഡ് ബോഡിയിലൊക്കെ ടച്ച് ചെയ്തത്. ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ തലയിൽ നിൽക്കുന്നതുകൊണ്ട് ആന്റി അച്ഛന്റെ മൃതദേഹത്തിലൊന്നും നോക്കാൻ പോലും തയ്യാറാവുന്നില്ല. എന്നാലും പൈപ്പർ ചോദിച്ചപ്പോൾ അച്ഛന്റെ ബോഡി ഇവർ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്, അദ്ദേഹത്തെ കാണാൻ നന്നായിട്ടുണ്ടെന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ലോറ എന്ത് ചെയ്തെന്നോ, പൈപ്പർ നിൽക്കുമ്പോൾ തന്നെ ആന്റിയുടെ അടുത്ത് എന്തുകൊണ്ടാണ് നീ നിന്റെ അച്ഛന്റെ മൃതദേഹം ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാത്തത് എന്ന് ചോദിച്ചു. ആന്റി, മോനെ ചെല്ല്, മരിച്ചാലും കുറച്ച് നാളത്തേക്ക് അവരുടെ ആത്മാവ് ശരീരത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിന്റെ അച്ഛനെ നിന്നെ കാണണമെങ്കിലോ ഒരു നോക്കെങ്കിലും ഒന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് വാ, ഈ സ്വഭാവം അത്ര ശരിയല്ല കേട്ടോ എന്നൊക്കെ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന പൈപ്പറിന് എങ്ങനെ ഉണ്ടാവും? അച്ഛന്റെ ഫ്യൂണറൽ വെച്ച് തന്നെ ആന്റി തന്നോട് കള്ളം പറഞ്ഞു. സ്വന്തം അച്ഛനെ അവസാനം ഒരു നോക്ക് കാണാൻ പോലും അവൻ തയ്യാറാവുന്നില്ല. സ്വാഭാവികമായിട്ടും പൈപ്പറിന്റെ മനസ്സിൽ അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുമല്ലോ. ഉണ്ടായില്ലെങ്കിൽ ലോറ ഉണ്ടാക്കും. പുള്ളിക്കാരുടെ ഉദ്ദേശം മനസ്സിലായല്ലോ. ഇവർ രണ്ടുപേരും തമ്മിൽ തെറ്റിക്കണം. അടുത്ത 3 മാസത്തിനുള്ളിൽ ഇവർ രണ്ടുപേരും തമ്മിൽ തെറ്റിയെങ്കിൽ മാത്രമേ ലോറ ഉദ്ദേശിക്കുന്ന പോലെ ലോറയുടെ കൂടെ നമ്മുടെ പൈപ്പർ നിൽക്കുകയുള്ളൂ. ഇതിനിടെ ആരും കാണാതെ ലോറ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ അച്ഛന്റെ മൃതദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുടി കുറച്ച്
കുറച്ച് കട്ട് ചെയ്തെടുത്തു. ഇതേ സമയം ഇവരുടെ വീട്ടിൽ ഒലിവറിനെ പൂട്ടിയിട്ടിട്ടാണ് നമ്മുടെ ലോറ പോയത്. കുറേ സമയം അതിനകത്ത് കിടന്നപ്പോൾ ചെക്കൻ എന്തോ ബോറടിച്ചു. ഗ്ലാസ്സിലിട്ട് അടിച്ചടിച്ചടിച്ച് ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് കൈയും മുറിഞ്ഞ് ഗ്ലാസ് കയറി കൈ മുറിഞ്ഞിട്ട് ആ വേദന പോലും മൈൻഡ് ആക്കാതെ പുറത്ത് ചെന്ന് അവിടെയുള്ള ഒരു ഷെഡിന്റെ ഡോറിലിട്ട് ഇങ്ങനെ തട്ടുവാണ്. അത് ഫുള്ള് പൂട്ടിയിട്ടിരിക്കുകയാണ്, അത് തുറക്കാനോട്ട് പറ്റത്തില്ല. ഇത് ഭയങ്കര വീടാണല്ലോ. ഇനിയിപ്പോൾ ഷെഡിനകത്ത് മറ്റെന്തെങ്കിലും ഉണ്ടാവോ? കഴിഞ്ഞ ദിവസം പാതിരാത്രി ആ ഷെഡിലേക്ക് ഒലിവറിനെയും കൂട്ടിക്കൊണ്ട് ലോറ പോയതിൽ എന്തൊക്കെയോ ദുരുദ്ദേശം ഉണ്ടല്ലോ. ഇവിടെ പള്ളിയിലാവട്ടെ നമ്മുടെ ലോറ ആന്റിയെ നിർബന്ധിച്ച് അവന്റെ അച്ഛന്റെ ഡെഡ് ബോഡി കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ബോഡിയിൽ കിസ് ചെയ്യാൻ പറയുവാണ്. അവിടെ അങ്ങനെ ബോഡിയൊക്കെ കണ്ട് നിൽക്കുമ്പോൾ തന്നെ ചെറുക്കൻ ഒരുമാതിരി അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. എന്നാലും പുള്ളിക്കാരെ നിർബന്ധിച്ച് മുനേടാ പറയുന്ന കേക്ക്, നിന്റെ അച്ഛനല്ലേ, ഒരു ഉമ്മ കൊടുക്കടാ, കമോൺ ആന്റി പറയുന്ന പോലെ ചെയ്യ്, ചെല്ല് ഒരു ഉമ്മ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ലോറയ്ക്ക് ഇവനെ മാനസികമായി തകർക്കണം. ലോറയ്ക്ക് മറ്റെന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരി ഫോഴ്സ്ഫുള്ളി മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതൊക്കെ. എത്ര നിർബന്ധിച്ചിട്ടും അച്ഛന്റെ ലിപ്പിൽ കിസ് ചെയ്യാൻ ആന്റി തയ്യാറായില്ല. ലോറ ഒരു മടിയും കൂടാതെ പുള്ളിക്കാരന്റെ ലിപ്പിൽ കിസ് ചെയ്തിട്ട് ഇവരെല്ലാം തിരികെ പോകുന്നു. വീട്ടിലെത്തിയതും ലോറ അത്യാവശ്യം അടിപൊളിയായിട്ടാണ് സംസാരിക്കുന്നത്. വോഡ്കയും വിസ്കിയും ഒക്കെ എടുത്തു കൊടുത്ത് ഇവരോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. കൂടുതലും ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ കളിച്ച് പിള്ളേരെ ഒന്ന് ആക്റ്റീവ് ആക്കുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് പിള്ളേരെ കംഫർട്ടബിൾ ആക്കി എടുത്തു. പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ 3 പേരും ഭയങ്കര ആഘോഷം. എന്നാൽ ലോറ പോലും ഒലിവറിന്റെ കാര്യം മറന്നുപോയി. കൊച്ചുദേ വീടിന് പുറത്തു നിന്ന് വീടിനകത്ത് ഇവരി കാണിക്കുന്ന തുള്ളിച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടോ നടന്നു മാറിപ്പോകുന്നു. നമ്മുടെ പൈപ്പർ ആദ്യമായിട്ടാണ് വെള്ളം അടിക്കുന്നത്. വോഡ്കയ്ക്ക് ടേസ്റ്റ് ഇല്ലെന്നൊക്കെ കൊച്ചു പറയുന്നുണ്ട്. പിന്നെ വോഡ്കയ്ക്ക് മാംഗോ ജ്യൂസിന്റെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. കുറേ നേരം പല കാര്യങ്ങൾ സംസാരിച്ചു, തുള്ളി കളിച്ചു, ഡാൻസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ കൊച്ചു പൈപ്പർ കിടന്നുറങ്ങി. ദെൻ ആന്റിയെയും പക്ക കംഫർട്ടബിൾ ആക്കി അവന്റെ മനസ്സിലുള്ള പേടികളെ പറ്റി ലോറ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവന്റെ പാസ്റ്റ് ലൈഫ് എങ്ങനെയായിരുന്നു, ഇന്നിപ്പോൾ അവന്റെ അച്ഛന്റെ മൃതദേഹം പോലും ഫേസ് ചെയ്യാൻ പറ്റാതിരുന്ന ആ ഒരു സാഹചര്യത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ലോറ ഇപ്പം നല്ല രീതിയിൽ പെരുമാറുന്നതുകൊണ്ട് ഇവരെ കൂടെ മനസ്സിലാക്കി ഇവരോട് സംസാരിക്കുന്നതുകൊണ്ട് ഇവനും ഉള്ള കാര്യമൊക്കെ തുറന്നു പറഞ്ഞു. ലോറയും പുള്ളിക്കാരുടെ മകൾ ക്യാത്തിയെ പറ്റി പറയുന്നുണ്ട്. ക്യാത്തിയുടെ മരണശേഷം പുള്ളിക്കാരിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. അവളെ അടക്കം ചെയ്യുന്ന സമയത്ത് പോലും ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഒരുപാട് കാലം ക്യാത്തി ഇല്ലാതെ ബുദ്ധിമുട്ടി. അവളുടെ അമ്മ എന്നുള്ള വിളി കേൾക്കാതെ ഒത്തിരി വിഷമിച്ചു. ഇപ്പോഴും ആ ഒരു വിഷമമൊന്നും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലെന്നൊക്കെയാണ് ലോറ പറയുന്നത്. ഒരിക്കലും നമ്മുടെ ആന്റി പൈപ്പറിനെ അടിച്ചിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് പൈപ്പറിന് പോലും ഓർമ്മയില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം. കണ്ടു കാണാത്ത കൊച്ച് പ്രോപ്പറായിട്ടൊന്നും കണ്ടു കാണത്തില്ല. ഏതായാലും ആന്റിയുടെ പാസ്റ്റ് അത്ര നന്നായിരുന്നില്ല. ആന്റിയുടെ അച്ഛൻ പൈപ്പറിന്റെ അമ്മയെ വിവാഹം ചെയ്തതിനു ശേഷം ആന്റി സ്കൂളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. അപ്പോഴൊക്കെ ഇവന്റെ അച്ഛൻ ഭയങ്കര മോശമായിട്ടാണ് ഇവനോട് പെരുമാറിയിരുന്നത്. ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, തല്ലുമായിരുന്നു. ആ സമയത്തൊക്കെ ഇവനൊരു വല്ലാത്തൊരു ട്രോമയായിരുന്നു. അച്ഛനോട് നല്ലൊരു ബോണ്ടില്ല. പുള്ളിക്കാരന്റെ സ്വഭാവം കാരണം തന്നെ ഇവന് ഭയങ്കര വെറുപ്പായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ വളർന്നുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഇവന്റെ കൈവിട്ടു പോയിട്ടുണ്ട്. പൈപ്പറിനെ പോലും ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അവൻ മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഇവൻ ഓപ്പണായിട്ട് ലോറയുടെ അടുത്തങ്ങ് ഷെയർ ചെയ്യുവാണ്. ശേഷം ആന്റി കിടന്നുറങ്ങി. വെള്ളമൊക്കെ അടിച്ച് പൂർണ്ണമായും അൺകോൺഷ്യസ് ആയി കിടന്നുറങ്ങി. രാത്രി ഒരു സമയമായപ്പോൾ ലോറ അവന്റെ റൂമിൽ ചെന്ന് കയറി അവൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പുള്ളിക്കാരി റെസ്റ്റ് റൂമിൽ കയറി ഒരു മഗ്ഗിനകത്ത് മൂത്രം ഒഴിച്ചിട്ട് നമ്മുടെ ആന്റിയുടെ റൂമിൽ ചെന്ന് അവന്റെ പാന്റിലേക്ക് അത് ഒഴിച്ചു വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മുടെ ആന്റി കിടന്നു മുള്ളിയതല്ല, ഇതെല്ലാം ഈ പുള്ളിക്കാരിയുടെ പണിയാണ്. അടുത്ത ദിവസം രാവിലെ എണീക്കുന്ന ആന്റി അവൻ കിടന്നു പെടുത്താണെന്ന് കരുതി തുണികളൊക്കെ കഴുകാൻ കൊണ്ടുചെല്ലുമ്പോൾ പൈപ്പറും ലോറയും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ലോറ നീ കിടന്നു പെടുത്ത എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പൈപ്പറും അത് കേൾക്കുന്നുണ്ടല്ലോ. ഈ കിടക്കമുള്ളിയൊക്കെ കൊണ്ട് പൈപ്പറിനെ പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റുമോ? 18 വയസ്സായി കഴിഞ്ഞ് ഇവർ ഒന്നിച്ച് മാറിയാൽ ശരിയാവൂ? ലോറയാണെങ്കിൽ ഈ വിഷയം ഒന്നുകൂടെ പെരുപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ പൈപ്പർ ഉറങ്ങിക്കഴിഞ്ഞ ആന്റി വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്, അവൻ ഭയങ്കര അഗ്രസീവായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ലോറയും പൈപ്പറും കൂടെ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. പോകുന്ന വഴി നമ്മുടെ ആന്റിയെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് ലോറ പറയുന്നുണ്ട്. കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെ ഉദ്ദേശം. അങ്ങനെ അവർ ഷോപ്പിങ്ങിന് പോയി. ഇപ്പോൾ വീട്ടിൽ നമ്മുടെ ആന്റിയും ഒലിവറും അതേപോലെ ഇവരുടെ പൂച്ച ജങ്മാനും മാത്രമേ ഉള്ളൂ. ഒലിവർ ഒരു ടൈപ്പാണ്, ഭയങ്കര വിയേഡാണ്. ചെക്കൻ ഇതിനിടയ്ക്ക് കുറച്ച് വിയേഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഒരു ഈച്ചയെ അടിച്ചു കൊന്നിട്ട് അതിനെ എടുത്ത് കഴിക്കുവാണ് ഒലിവർ. എന്ത് കിട്ടിയാലും തിന്നുന്നൊരു സ്വഭാവം. ഇത്രയ്ക്ക് വിശപ്പായി ഇതിന്. ലോറ ഒലിവറിനെ അവന്റെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുവായിരുന്നുണ്ടെങ്കിലും നമ്മുടെ ആന്റി പിച്ചാത്തി യൂസ് ചെയ്ത് ലോക്ക് മാറ്റി റൂം തുറന്ന് ഒലിവറിന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ അവനോട് സംസാരിച്ച് ഫ്രണ്ട് ആവാനും ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും ഒലിവറിന്റെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നുമില്ല. ഒരുമാതിരി വിയേഡായിട്ട് വല്ലാത്ത രീതിയിൽ നോക്കി ഇങ്ങനെ കുത്തിയിരിക്കുന്നു. നീ സംസാരിക്കത്തില്ല? എന്നൊരു കാര്യം ചെയ്താ ഈ പേപ്പറിൽ എന്തെങ്കിലും എഴുത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ട് എഴുതാ. പതിയൊക്കെ എനിക്ക് പേപ്പറും പേനയും എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആന്റി അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ട് കട്ട് ചെയ്ത് പിച്ചാത്തിയിൽ ഇങ്ങനെ കുത്തി ഇവന് കൊടുക്കുന്നുണ്ട്. ഒലിവർ കത്തിന്ന് വിടറാ, ഫ്രൂട്ട് മാത്രം എടുക്ക്. എന്നാൽ ഒലിവർ കത്തിയോടെ പിടിച്ചങ്ങ് വാങ്ങി. ഓക്കെ ഫ്രൂട്ട് മാത്രം ശ്രദ്ധിച്ച് കഴിക്കണേ, കൈമുറിയരുത് എന്നും പറഞ്ഞ് ആന്റി അങ്ങോട്ട് തിരിഞ്ഞതും ഇവിടെ ഒലിവർ ആവട്ടെ ആ ഫ്രൂട്ടും കത്തിയും എല്ലാം കൂടെ അണ്ണാക്കിലേക്ക് കുത്തി കയറ്റി വായിക്ക് ഉൾവശവും ചുണ്ടും നാക്കും ഒക്കെ മുറിയുന്നുണ്ട്. എന്നിട്ടും ആ കത്തി അങ്ങ് വിഴുങ്ങാൻ നോക്കുവാണ്. ഇതിന് വേദനിക്കൂലേ? ഇതിന്റെ സെൻസേഴ്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ? എന്ത് കിട്ടിയാലും അങ്ങ് മുണുങ്ങുവാണല്ലോ. ഇത്രയും ചോര ചാടിയിട്ട് ശരീരമൊക്കെ മുറിഞ്ഞിട്ട് കുറച്ചെങ്കിലും വേദന ഉള്ള പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടോ നോക്ക്. ടൂ വിയേഡ്. ഒരു വിധത്തിൽ നമ്മുടെ ആന്റി ആ കത്തിയൊക്കെ പിടിച്ചു മാറ്റി. ചുണ്ടൊക്കെ മുറിഞ്ഞല്ലോ, ചെക്കനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലണം. അവനെയും പിടിച്ചിറക്കി വീടിന് പുറത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു വൈറ്റ് ലൈൻ ഉണ്ട്. എന്ത് ചെയ്താൽ ഈ ഒരു വൈറ്റ് ലൈൻ ക്രോസ് ചെയ്യാൻ ഒലിവർ തയ്യാറാവുന്നില്ല. ആന്റി ഒരു വിധത്തിൽ ചെക്കനെ പിടിച്ച് വലിച്ച് വൈറ്റ് ലൈൻ ഇപ്പുറത്തോട്ട് ഇട്ടതും ചെക്കൻ ഒരുമാതിരി മരിക്കാൻ തുടങ്ങുന്നതിലൂടെ നിലത്ത് കിടന്നങ്ങ് ഉരുളുവാണ്. ഒലിവറിന്റെ ശരീരത്തിനുള്ളിലെ എല്ലുകളൊക്കെ ഒരുമാതിരി വിയേഡായിട്ടുള്ള രീതിയിൽ ചലിക്കുന്ന പോലെ ശരീരത്തിനുള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മൂവ്മെന്റ് ഒക്കെ ഇവന് കാണാൻ പറ്റുന്നുണ്ട്. കുറേ നേരം അങ്ങനെ കിടന്ന് പിടഞ്ഞ് ഏറ്റവും അവസാനം ഹെൽപ്പ് മീ എന്ന് പറയുന്നുണ്ട്, എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഷോപ്പിങ്ങിന് പോയ ലോറയൊക്കെ തിരികെ എത്തി. അവർ ഓടി വന്ന് ഒലിവർ
ഒലിവറിനെ പിടിച്ച് വീണ്ടും വൈറ്റ് ലൈനകത്ത് കയറ്റി. ആൻറ്റിയും ഒരുമാതിരി അങ്ങായിരുന്നു. അവൻ ഒരുമാതിരി അങ്ങ് പാനിക്കായി ഒരു കൺട്രോൾ ഇല്ലാതെ ബിഹേവ് ചെയ്തപ്പോൾ നമ്മുടെ പൈപ്പറും അവൻ്റെ അടുത്ത് വന്ന് അവനെ സമാധാനിപ്പിക്കുന്നു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നേരത്തെ ഇവൻ ഒലിവറിന് എടുത്തു കൊടുത്ത പേപ്പർ ഇവൻ കാണുന്നത്. അതിൽ ഒലിവർ എഴുതി വെച്ചിരിക്കുന്നത് ബേർഡ് എന്നാണ്. ബേർഡ് എന്ന് എഴുതിയതുകൊണ്ട് അവൻ എന്താ ഉദ്ദേശിച്ചേ? ലോറ ആവട്ടെ ഒലിവറിനെ എടുത്ത് റൂമിൽ കൊണ്ടുവന്നിട്ട് പഴയ കാലത്ത് നടന്ന ഒരു റിച്വൽസിന്റെ ഒക്കെ വീഡിയോസ് ഇങ്ങനെ കാണുവാണ്. ഇപ്പോൾ ഒലിവറിന് അത്യാവശ്യം ബോധമുണ്ട് കേട്ടോ. അവൻ ബോധത്തോടെ സംസാരിക്കുന്നുണ്ട്. ആരാ നിങ്ങൾ, എന്നെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചെക്കൻ ചോദിക്കുന്നുണ്ട്. ഉടനെ ലോറ ഭയങ്കര ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ട് ആ വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് അതിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി മനസ്സിലാക്കുകയാണ്. കാര്യം ഒലിവർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പുറത്തുള്ള ആന്റിയും പൈപ്പറും കേൾക്കാൻ പാടില്ലല്ലോ. വീഡിയോയിൽ നോക്കിയപ്പോൾ ഒലിവറിനെ പോലെ തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയെ അവിടെയുള്ള ആളുകൾ അവരുടെ നെറ്റിക്ക് ചുറ്റും ഇങ്ങനെ സർക്കിൾ വരച്ച് കൺട്രോളിലാക്കുന്നത് കാണാം. അതുപോലെ ഇവിടെ നമ്മുടെ ലോറയും ഒലിവറിന്റെ നെറ്റിക്ക് ചുറ്റും ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ സർക്കിൾ വരച്ച് അവനെ ലോറയുടെ കൺട്രോളിലാക്കി. അതായത് ഒലിവർ പൂർണ്ണ സംഭവത്തോടെയല്ല ഇവിടെ നിൽക്കുന്നത്. ഒലിവറിനെ ഈ പുള്ളിക്കാരെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒലിവർ സംസാരിക്കാത്തതിന്റെ റീസണും ഇതൊക്കെ തന്നെയാണ്. സ്വഭാവത്തോടെ സംസാരിക്കാൻ ഒലിവറിനെ കൊണ്ട് പറ്റുന്നില്ല. ലോറയുടെ കൺട്രോളിലായി ലോറയുടെ ഒരു പപ്പറ്റിനെ പോലെയാണ് ഒലിവർ ഇവിടെ ജീവിക്കുന്നത്. ഒലിവറിനെ റൂമിൽ നിന്ന് പുറത്തു വിട്ടതിന്റെ പേരിൽ ലോറ ആന്റിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ചെക്കന് കൂടുതലൊന്നും പറയാനില്ല. ഇതെല്ലാം അവന്റെ മിസ്റ്റേക്ക് ആണെന്ന് അംഗീകരിച്ച് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. ദെൻ ലോറ ഒലിവറിന് കഴിക്കാനായിട്ട് ആന്റിയുടെയും പൈപ്പറിന്റെയും അച്ഛന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് മുറിച്ചെടുത്ത് മുടി കൊടുക്കുന്നുണ്ട്. ഒലിവർ അത് കഴിക്കുന്നു. നേരത്തെ ഈച്ചയെ വരെ പിടിച്ചു തിന്നുന്നത് നമ്മൾ കണ്ടതാണ്. ലോറയുടെ കൺട്രോളുള്ള സമയത്ത്, സ്വഭാവത്തിലല്ലാത്ത സമയത്ത് അവനൊരു മൃഗത്തെ പോലെയാണ് പെരുമാറുന്നത്. എന്ത് കിട്ടിയാലും കഴിക്കും. ഇപ്പോൾ ഇവരുടെ വീട്ടിലെ പൂച്ച ജങ്മാനെ കാണാനില്ല. ജങ്മാനെ തേടി ഇവർ പോകുന്നുണ്ട്. ഈ സമയത്താണ് ഇവരുടെ വീടിന് ചുറ്റും വരച്ചിരിക്കുന്ന വെള്ള ലൈൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ചുറ്റുപാട് മൊത്തത്തിലൊരു വലിയ സർക്കിൾ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. ഒലിവർ ഈ ഒരു സർക്കിളിന് പുറത്ത് പോയാൽ അവൻ എന്തൊക്കെയോ വിയേർഡായിട്ട് സംഭവിക്കും. ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ അവന്റെ ശരീരം റിയാക്ട് ചെയ്യും. ഒരു പക്ഷേ ഒലിവറിന് മേലുള്ള ലോറയുടെ കൺട്രോൾ ഈ സർക്കിളിനുള്ളിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളായിരിക്കാം. ഇതിന് പുറത്തിറങ്ങുമ്പോൾ ഒലിവർ അവന്റെ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവാം. ബട്ട് സ്റ്റിൽ ഇത് ഒലിവറിനെ ഫിസിക്കലി ഹേർട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒലിവറിന് ഈ ഒരു സർക്കിൾ വിട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല. ഇതിനുള്ളിലുള്ള സമയം അവൻ ലോറയുടെ കൺട്രോളിലായിരിക്കും. ഒരുപക്ഷെ ഇതിന് പുറത്തു പോയാൽ അവൻ മരണപ്പെട്ടെന്നിരിക്കാം. ഇതിനൊക്കെ ശേഷം നമ്മുടെ ആന്റി കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൽ അവനൊരു രൂപം കാണാൻ പറ്റി. ആ രൂപം പതിയെ നടന്ന് ഇവന്റെ അടുത്തേക്ക് വന്ന് അവള് മഴയത്ത് പോയാൽ മരിക്കും എന്ന് പറഞ്ഞു. ചെക്കൻ ഒരുമാതിരി അങ്ങ് പേടിച്ച് ഇപ്പുറത്തേക്ക് വന്ന് ആരേതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് ഇവന്റെ അച്ഛനാണ്. പേടിച്ച് വെപ്രാളപ്പെട്ട് ഓടി മാറാൻ ശ്രമിച്ചപ്പോൾ വെള്ളത്തിൽ ചവിട്ടി തെന്നിയടിച്ച് വീണു. അച്ഛനാണത്രേ. അച്ഛൻ പേടിപ്പിക്കാൻ വേണ്ടി വന്നോളും. എന്തെങ്കിലും പറയാൻ വന്നാണെ പറഞ്ഞിട്ടങ്ങ് പൊക്കൂടെ, എന്തിനിങ്ങനെ പേടിപ്പിക്കുന്നേ? ഏതായാലും ചെക്കനൊരു 1.5 വീഴ്ചയാണ് വീണത്. വീണ പാടെ ഹോസ്പിറ്റലിലാക്കേണ്ടി വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഉള്ള സമയത്ത് പുറത്ത് മഴ പെയ്യുന്നതായിട്ട് തോന്നിയിട്ട് ഇവൻ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ഒക്കെ തള്ളി മാറ്റി അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം ബാത്റൂമിൽ വെച്ച് കണ്ട അച്ഛന്റെ ആത്മാവ് അല്ലെങ്കിൽ അച്ഛന്റെ ഓർമ്മ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എന്ത് സാധനം തന്നെയാണെങ്കിലും ആ രൂപം ഇവനോട് പറഞ്ഞത് മഴയത്ത് പോയാൽ അവൾ മരിക്കുമെന്നാണ്. അവൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവന്റെ സഹോദരി പൈപ്പറെ ആയിരിക്കാം. പൈപ്പർ മഴ നനയാൻ പാടില്ല, മഴ നനഞ്ഞാൽ അവൾ മരണപ്പെട്ടേക്കുമെന്നാണ് ഇവന് മനസ്സിലായത്. അതിന്റെ പേരിൽ വെപ്രാളം കാണിക്കുന്നതാണ്. ബട്ട് സംഹൗ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഇവനെ പിടിച്ചു നിർത്തി. ലോറയുടെ വീടിന്റെ എവിടെയും മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്ത് വെള്ളമൊക്കെ പൂളിലേക്ക് വീണ് പൂളിൽ നിറഞ്ഞു തുടങ്ങി. ഹോസ്പിറ്റലിലായ ആന്റിയെ വല്ലാണ്ട് മിസ് ചെയ്ത നമ്മുടെ പൈപ്പർ ലോറയുടെ അടുത്ത് ചെയ്തപ്പോൾ ലോറ അവളെ ഇങ്ങനെ പിടിച്ചിരുത്തി ആശ്വസിപ്പിച്ച് ലോറയുടെ മകൾ ക്യാത്തിയെ പറ്റിയൊക്കെ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്യാത്തിക്ക് ഏതാണ്ട് 12 വയസ്സുള്ള സമയത്ത് എടുത്ത ഒരു വീഡിയോ ഒക്കെ ഇവൾ ഇങ്ങനെ പ്ലേ ചെയ്ത് ക്യാത്തിയുടെ ക്യാരക്ടർ സ്പെസിഫിക്കേഷനൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. ആ വീഡിയോയിൽ തന്നെ നമുക്ക് ഒലിവറിനെയും കാണാം. വീഡിയോയിൽ കാണുന്ന ഒലിവറിന് അത്യാവശ്യം നീളമുണ്ട്, ചുമന്ന മുടിയാണ്, അതും കേളി ഹെയർ ആണ്. ഇപ്പൊ ഇവരുടെ കൂടെയുള്ള ഒലിവറിനെ കണ്ടാൽ ഈ വീഡിയോയിൽ കാണുന്ന ആളാണെന്ന് പറയേയില്ല, അത്രയും മാറ്റമുണ്ട്. ദെൻ അടുത്ത ദിവസം ആന്റിയെ കാണാൻ ലോറ ഹോസ്പിറ്റലിലെത്തി. ഇപ്പോഴും തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന അവനങ്ങ് പേടിയായിട്ട് കഴിഞ്ഞ ദിവസം അവൻ ബാത്റൂമിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നുണ്ടേ. ആന്റി എന്താ ഇത്, നിനക്ക് തോന്നിയതാവും. നിന്റെ അച്ഛൻ ബാത്റൂമിൽ കിടന്നല്ലേ മരിച്ചത്, അതുകൊണ്ട് നീ ഓരോന്നിങ്ങനെ സങ്കല്പിച്ച് കൂട്ടുന്നതായിരിക്കും. ഞാനാണ് നിന്റെ അച്ഛനെ കൊന്നതെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ എന്നൊരു തരത്തിൽ പോലും പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട്. ഒരു നിമിഷം ആന്റി അങ്ങ് സ്റ്റക്കായി പോകുന്നുണ്ട്. ലോറയാണ് ആന്റിയുടെ അച്ഛനെ കൊന്നത് എന്നതിന് പ്രത്യക്ഷത്തിൽ യാതൊരു തെളിവുമില്ല. ആന്റിയുടെ അച്ഛന് ക്യാൻസർ ആയിരുന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു സാധാരണ മരണമാവാനുള്ള സാധ്യതയേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ലോറ ഇവിടെ ഇങ്ങനെ പറയുന്നത് ഒരുപക്ഷെ ഒരു ഗ്യാസ് ലൈറ്റിംഗ് മെത്തേഡ് ആയിരിക്കാം. ആന്റിയെ ഒരുമാതിരി കൺഫ്യൂസ് ആക്കാനുള്ള പരിപാടി ആയിരിക്കാം. ലോറ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലോ, അത് ഉറപ്പാണ്. ലോറ എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് പുള്ളിക്കാരിക്ക് പൈപ്പറിനെ മാത്രമാണ് ആവശ്യം, ആന്റിയെ ആവശ്യമില്ല. ഒരുപക്ഷെ ഇവനെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ട്രിക്കായിരിക്കാം ഇത്. ഏതായാലും ആന്റിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ലോറ ഇന്ന പോലെ പൈപ്പറിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കേ ഇല്ലെന്ന് ഇവൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ വീട്ടിൽ ചെന്ന് ആദ്യം തന്നെ ചെയ്യുന്നത് മഴയത്ത് കളിക്കാമെന്ന് പറഞ്ഞ് പൈപ്പറിനെ പുറത്തിറക്കി അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ മഴയത്ത് തുള്ളി കളിക്കുകയാണ്. ദെൻ വീടിന് പുറത്തുള്ള ആ ഒരു ഷെഡിലേക്ക് നമ്മുടെ പൈപ്പറിനെ കൊണ്ടുപോയിട്ട് അവിടെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബൈ ദ വേ ഇവൾക്ക് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇവളെ ഇങ്ങനെ തൊടിയിപ്പിക്കുന്നുണ്ട്. എന്താണതെന്ന് ചോദിച്ചാൽ അത് മീറ്റാണ്. നമ്മൾ വിചാരിക്കും ബീഫ് വല്ലതും ആയിരിക്കും ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുമായിരിക്കുന്നത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ആക്ച്വലി ഇവരുടെ മകൾ ക്യാത്തിയുടെ ഡെഡ് ബോഡിയാണ്. നേരത്തെ നമ്മുടെ പൈപ്പറിനോട് ഈ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നല്ലോ, ക്യാത്തിയെ കുഴിച്ചിടുന്ന സമയത്ത് പോലും അവളുടെ ഡെഡ് ബോഡി വിട്ടുകൊടുക്കാൻ പോലും ഇവർക്ക് മനസ്സിലായിരുന്നു എന്ന്. അതേന്നേ, ശരിക്കും മനസ്സ് വന്നില്ല.
വന്നില്ല, ഒട്ടും മനസ്സ് വന്നില്ല. അതുകൊണ്ട് അവളുടെ ഡെഡ് ബോഡി എങ്ങും കൊണ്ട് അടക്കം ചെയ്യാതെ ഫ്രീസറിലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇതിനു പുറകിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശമുണ്ട്. പുള്ളിക്കാരി പണ്ടെപ്പോഴോ നടന്ന ഒരു റിച്വൽസിന്റെ വീഡിയോസ് ഒക്കെ ഇടയ്ക്കെടുത്ത് കാണുന്നുണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെ അതിനുവേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിരിക്കാം. അന്ന് നടന്ന റിച്വൽ വീണ്ടും ആവർത്തിക്കാനായിരിക്കാം ലോറയുടെ ശ്രമം. അതിനൊക്കെ ശേഷം നമ്മുടെ ആന്റി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. എന്തൊക്കെ സംഭവിച്ചാലും തന്റെ സഹോദരി സേഫ് ആയിരിക്കണം, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണമെന്ന് ഇവൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. ആ ഒരു വാശിയിൽ പക്ക ഫോക്കസ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്രിയാറ്റിനൊക്കെ എടുത്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. 17 വയസ്സുകാരൻ ബെഞ്ച് പ്രസ് പെർ സൈഡ് 25 kg കിട്ടി അടിക്കുന്നുണ്ട്. ചെക്കന് നല്ല സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. ഈ ആരോഗ്യം വെച്ച് ലോറയുടെ കുരുക്കിൽ നിന്ന് ഇവന്റെ സഹോദരിയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അന്ന് രാത്രിയും ലോറയും ഒലിവറും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു റിച്വലിന്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട്. ഒലിവർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും അവൻ സ്വബോധത്തിലല്ല. ഇപ്പോഴാണ് ശരിക്കും എന്താണ് ആ ഒരു റിച്വൽ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത്. അതായത് മരണപ്പെട്ട ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുന്ന, അവരുടെ ആത്മാവിന് പുതിയൊരു ശരീരം കൊടുക്കുന്ന ഒരു റിച്വലാണത്. അതിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ആവശ്യമാണ്. 1, മരണപ്പെട്ട ആളുടെ ബോഡി, ഡെഡ് ബോഡി. 2, ഈ മരണപ്പെട്ട ആളുടെ ആത്മാവ് മറ്റൊരാളുടെ ബോഡിയിലേക്ക് മാറ്റാനായിട്ട് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തി, എക്സാക്ട്ലി നമ്മുടെ ഒലിവറിനെ പോലെ. 3, മരണപ്പെട്ട ആളുമായി സാമ്യമുള്ള അവരുടെ അതേ ക്യാരക്ടർ സ്പെസിഫിക്കേഷൻസ് ഉള്ള മറ്റൊരാൾ, ജീവനോടെ ഉള്ളൊരു വ്യക്തി. ഇവിടുത്തെ കേസിൽ ലോറയുടെ മകൾ ക്യാത്തി, മരണപ്പെട്ട ലോറയുടെ മകൾ ക്യാത്തിക്ക് കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ പൈപ്പറിനെ പോലെ തന്നെയായിരുന്നു ആ കുട്ടി. ക്യാത്തിയുടെ ഡെഡ് ബോഡി ലോറ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു റിച്വൽ പെർഫോം ചെയ്താൽ മതി. ക്യാത്തിയുടെ ബോഡിയിൽ നിന്നും നമ്മുടെ ഒലിവറിനെ യൂസ് ചെയ്ത് അവളുടെ ആത്മാവ് പുറത്തെടുത്ത് ആ ആത്മാവിനെ നമ്മുടെ പൈപ്പറിന്റെ ബോഡിയിലേക്ക് കടത്തിവിടും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ലോറയ്ക്ക് ക്യാത്തിയെ തിരിച്ചു കിട്ടും. പൈപ്പറിന്റെ ബോഡിയിൽ ക്യാത്തിക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് ലോറയുടെ പ്ലാൻ. പൈപ്പറിനെ കൊന്നുകളഞ്ഞ് പൈപ്പറിന്റെ ബോഡിയിൽ ക്യാത്തിയുടെ ആത്മാവിനെ കയറ്റി അങ്ങനെ ക്യാത്തി ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കാമെന്നുള്ളതാണ് ലോറയുടെ പ്ലാൻ. കുറച്ചു സമയം കൂടെ കഴിഞ്ഞതും ലോറയാവട്ടെ ആന്റിയുടെ സ്പ്രേ എടുത്തടിച്ചിട്ട് പൈപ്പർ കിടന്നുറങ്ങുന്നിടത്ത് ചെന്ന് പൈപ്പറിന്റെ മുഖത്തിട്ടൊരൊറ്റ ഇടി. കൊച്ചിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് ആരാ ഇടിച്ചതെന്ന് കാണാൻ പറ്റിയില്ല. എന്നാൽ സ്മെല്ല് കിട്ടി. ആന്റിയുടെ സ്മെല്ലാണ്, ആന്റി യൂസ് ചെയ്യുന്ന സ്പ്രേയുടെ സ്മെല്ലാണ്. അടുത്ത ദിവസം ഇക്കാര്യം അറിയുമ്പോൾ ആന്റിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവനല്ലെന്ന് പോലും അവനെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഡേ ബൈ ഡേ ആന്റിയെയും പൈപ്പറിനെയും അകറ്റിക്കൊണ്ടിരിക്കുകയാണ് ലോറ. ആന്റിയും അവന്റെ അച്ഛനും തമ്മിൽ അത്ര നല്ല രസത്തിലല്ലായിരുന്നു. ആന്റിയുടെ അച്ഛൻ അവനെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പൈപ്പറിന് മുന്നിൽ വെച്ച് തന്നെ ഈ പുള്ളിക്കാരി തുറന്നു പറയുന്നുണ്ട്. ഇത്രയും നാളായിട്ടും ഇക്കാര്യങ്ങളൊന്നും പൈപ്പറിനെ അറിയിക്കാതെ, അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി അവൾക്കൊരു സൂചന പോലും കൊടുക്കാതെ എല്ലാം അവൾക്ക് കംഫർട്ടബിൾ ആവും വിധം ചെയ്തു വരുമായിരുന്നു. ആന്റിയും പൈപ്പറും തമ്മിൽ എന്ത് കാര്യത്തെപ്പറ്റിയും ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കും, കള്ളം പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. താൻ അത്രത്തോളം വിശ്വസിച്ചിരുന്ന തന്റെ സ്റ്റെപ്പ് ബ്രദർ കള്ളം പറഞ്ഞു എന്നല്ല, എന്നാൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചപ്പോൾ അവൻ കാണിക്കുന്ന സ്നേഹമൊന്നും റിയൽ അല്ല, ഫേക്ക് ആണെന്ന് ഇവൾക്ക് തോന്നിപ്പോയി. അതിന്റെ കൂടെ ലോറയുടെ ഡയലോഗിയും നമ്മുടെ ആന്റി സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നുണ്ട്, വെള്ളപ്പൊടി വെള്ളത്തിൽ കലക്കി യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഏത് അവൻ യൂസ് ചെയ്യുന്ന ക്രിയാറ്റിനെ പറ്റിയാണ് ഈ പറയുന്നത്. ചെക്കൻ്റെ ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ ഹൈ ആയിട്ട് അവന്റെ തലയ്ക്ക് പിടിച്ച് അതിന്റെ ചാട്ടമാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ. അതൊക്കെ പറഞ്ഞ് ലോറ വലിയ വലിയ ഡയലോഗ് അടിച്ച് നമ്മുടെ ആന്റിയും പൈപ്പറുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തകർത്തു. ആന്റി നോക്കുമ്പോൾ ഒലിവർ പുറത്ത് മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ നിൽക്കുവാണ്. ചെക്കൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഭയങ്കര വിയേർഡായിട്ടുണ്ട്. ഇതും കൂടെ കണ്ടതോടെ ആന്റിക്ക് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു. അവൻ ലോറയെ പിടിച്ചു മാറ്റി എങ്ങനെയും നമ്മുടെ പൈപ്പറിനെയും കൊണ്ട് ഇവിടുന്ന് പുറത്തു പോകാൻ ശ്രമിക്കുവാണ്. ലോറയാവട്ടെ ആന്റിയുടെ നിന്ന് അവന്റെ ഫോൺ പിടിച്ചു വാങ്ങിയ ഒരൊറ്റ എയർ. ദേഷ്യം വന്ന ആന്റി ലോറയെ പിടിച്ച് ഭിത്തിയിലോട് ചേർത്ത് നിർത്തിയ ഒരൊറ്റ ഇടിക്കുന്നുണ്ട്. അതൊരു വാണിംഗ് ആണ്. തള്ളെ കൊള്ളിച്ചിടിക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, പിന്നെയും വരും വരാഴികയെ പറ്റി ചിന്തിക്കുന്നതുകൊണ്ടാണ് നിന്റെയൊക്കെ ഈ അഹങ്കാരം കണ്ടിട്ട് ഒന്നും ചെയ്യാതെ നിൽക്കുന്നതെന്നുള്ളൊരു വാണിംഗ്. ഇടിക്കൊണ്ടില്ലെങ്കിലും ലോറ അങ്ങ് കരയാൻ തുടങ്ങി. അവളുടെ ഒരു കള്ളക്കരച്ചിൽ പൈപ്പറിനെ കേൾപ്പിക്കാൻ വേണ്ടിയാണ്. ഇവരുടെ ഈ സ്വഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും ചെക്ക മൂക്കാമണ്ട് തീർത്തൊരെണ്ണം കൊടുത്താൽ മതിയായിരുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ പൈപ്പർ ലോറയുടെ സൈഡ് പിടിച്ചു. കൊച്ചു കേൾക്കുന്നത് വെച്ചിട്ട് ലോറയാണ് ശരിയെന്നാണ് അവൾക്ക് തോന്നുന്നത്. ഒരുമാതിരി ആയ നമ്മുടെ ആന്റി ആവട്ടെ നേരെ കാറും എടുത്ത് വെന്റിയുടെ അടുത്തിയല്ലുമാണ്. ഈ വെന്റിയാണ് നമ്മുടെ ആന്റിയെയും പൈപ്പറിനെയും ലോറയുടെ വീട്ടിലേക്ക് അയക്കുന്നത്. വെന്റിക്ക് ലോറയെ വർഷങ്ങളായി പരിചയമുണ്ട്. പുള്ളിക്കാരി ഒരു പാവമാണ്, കൊച്ചുങ്ങളെയൊക്കെ നന്നായിട്ട് നോക്കും എന്നൊക്കെ പറഞ്ഞാണ് അയച്ചത്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇനിയിപ്പോൾ ഒരു സഹായം ചോദിക്കാനുണ്ടെങ്കിൽ വെന്റിയോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെന്റിയുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവർ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഒരുപാട് കാലം പുള്ളിക്കാരിയുടെ കൂടെ വർക്ക് ചെയ്ത ആളാണ് ലോറ. കൂടെ വർക്ക് ചെയ്ത അത്രയും നാളും ലോറ അടിപൊളിയായിരുന്നു, ഒരു പഞ്ചപാവമായിരുന്നു, കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെയാണ് വെന്റി പറയുന്നത്. അങ്ങനെ ഒരു പേഴ്സൺ ഇവൻ പറയുന്ന പോലെ ഒന്നും ചെയ്യത്തില്ല. ഈ ചെക്കൻ എന്തോ തലയ്ക്ക് ഭ്രാന്താണെന്നുള്ള രീതിയിലാണ് വെന്റി പോലും സംസാരിക്കുന്നത്. ഇതിപ്പോൾ എന്താ അവസ്ഥ? ഇതിനിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് പോസ്റ്റർ വെച്ചിട്ടുണ്ടേ. ദേ നോക്കിയേ, ഈ കുട്ടിയെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? കുട്ടിയുടെ പേര് കോണർ ബേർഡ്. കണ്ടിട്ട് നമ്മുടെ ഒലിവറിനെ പോലെ തന്നെ ഉണ്ടല്ലേ? മുടി വടിച്ചു കഴിഞ്ഞാൽ ഒലിവർ തന്നെ. കാര്യം പിടികിട്ടില്ലോ? ഈ ഫോട്ടോയിൽ കാണുന്ന കോണർ ബേർഡ് എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒലിവർ ആണെന്നുള്ള രീതിയിൽ ലോറ അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ കൊച്ചു ബേർഡ് എന്ന് പേപ്പറിൽ എഴുതി എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ. അവളുടെ പേര് തന്നെയാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇതേസമയം വീട്ടിലാവട്ടെ ലോറ തട്ടിക്കൊണ്ടുപോയ കോണർ ബേർഡ് എന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ആകെ മൊത്തം അലങ്കോലമാക്കുന്നുണ്ട്. കൊച്ചിന് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു റിച്വലിന്റെ ഭാഗമായിട്ട് ഇവർ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇങ്ങനെയായിരിക്കും. കൈ കിട്ടുന്നത് എന്തോ അവർ കഴിക്കുന്നുണ്ടായിരുന്നല്ലോ. നേരത്തെ ഒരു ഈച്ചയെ പിടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആന്റിയുടെ ഒക്കെ അച്ഛന്റെ മുടി കൊടുത്തപ്പോൾ അതുപോലും കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ ലോറയ്ക്ക് നേരെ ചാടി വന്ന് ലോറയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ്. ലോറയുടെ കയ്യിലെ തൊലിയൊക്കെ കടിച്ചു പറിക്കുന്നുണ്ട്. കോണർ ബേർഡ് ശരിക്കും പറഞ്ഞാൽ ഒരു മൃഗമായി മാറിക്കഴിഞ്ഞു. ഒട്ടും ബോധമില്ലാതെ ആ വീട്ടിലുണ്ടായിരുന്ന ടേബിളൊക്കെ കടിച്ചു പറിച്ച് തിന്നുന്നുണ്ട്. എന്തിനേറെ കൊച്ച് സ്വന്തം കൈ പോലും കടിച്ചു പറിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് കൊച്ചു ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അറപ്പ് തോന്നും. അതുപോലെ വിയേർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കോണറിനെ വീണ്ടും കൺട്രോളിലാക്കാൻ ലോറയ്ക്ക് സാധിച്ചു. അവൾ കൊച്ചിനെയും കൊണ്ട് വീടിന് പുറത്തുള്ള ആ ഒരു ഷെഡിൽ ചെന്ന് അവിടെ
അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഇവളുടെ മകൾ ക്യാത്തിയുടെ ഡെഡ് ബോഡി കോണറിന് കഴിക്കാൻ കൊടുക്കുന്നു. കേൾക്കുമ്പോൾ വിയേഡാണ്, കാണുമ്പോൾ ഭയങ്കര വിയേഡാണ്. എന്നാൽ ഈ ഒരു റിച്വൽ ഈ ഒരു രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ക്യാത്തിയുടെ ഡെഡ് ബോഡിയുടെ ചില പാർട്സ് ഒക്കെ കോണർ കഴിക്കുമ്പോൾ അവളുടെ ആത്മാവ് കോണറിന്റെ ബോഡിയിലേക്ക് വരും. ദെൻ നമ്മുടെ പൈപ്പറിനെ കൊന്നു കഴിഞ്ഞിട്ട് പൈപ്പറിന്റെ ശരീരത്തിലേക്ക് ക്യാത്തിയുടെ ആത്മാവിനെ കടത്തിവിടണം. അതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. ഏതാണ്ട് അപ്പോഴേക്കും നമ്മുടെ ആന്റിക്ക് വെന്റിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിച്ചു. അറ്റ്ലീസ്റ്റ് ഇവരുടെ വീട് വരെ ഒന്ന് വന്ന് നോക്ക്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ പറഞ്ഞപ്പോൾ വെന്റി സമ്മതിച്ചു. 10 വയസ്സ് മാത്രം പ്രായമുള്ള കോണർ ബേർഡിനെ തട്ടിക്കൊണ്ടുപോയത് ലോറയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചതാണ്. എന്നാലും ഒരുപാട് വർഷങ്ങളോളം ലോറയുടെ കൂടെ വർക്ക് ചെയ്ത വെന്റിക്ക് ഇപ്പോഴും ലോറയെ തന്നെയാണ് വിശ്വാസം എന്ന് പറയേണ്ടി വരും. ലോറ ഒരു കൗൺസിലർ ആയിരുന്നു. കൊച്ചുകുട്ടികളെയൊക്കെ അത്രമേൽ പുള്ളിക്കാരി മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ അത്രമേൽ മനസ്സിലാക്കി അവരെ എങ്ങനെ സന്തോഷത്തോടെ കീപ്പ് ചെയ്യണമെന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ലോറ എന്നാണ് വെന്റിയുടെ അഭിപ്രായം. അതെ, തീർച്ചയായിട്ടും ലോറ അങ്ങനെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ ഈ പിള്ളേരെയൊക്കെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നത്. ചില കാര്യങ്ങൾക്ക് പോസിറ്റീവ് സൈഡുള്ള പോലെ അതിനേക്കാളും മോശമായിട്ടുള്ള നെഗറ്റീവ് സൈഡ് ഉണ്ട്. വെന്റിയുടെ കൂടെ ഇങ്ങനെ കാറിൽ വീട്ടിൽ പോകുമ്പോൾ ഇവൻ പൈപ്പറിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കോൾ വോയിസ് മെയിലാണ് കണക്ട് ആവുന്നത്. ചെറിയ പ്രായത്തിൽ ഇവന് ഫേസ് ചെയ്യേണ്ടി വന്ന കാര്യങ്ങളും ഇവന്റെ സ്വഭാവ രീതികളും വെറുതെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെ നമ്മുടെ പൈപ്പറിനോട് പറയാത്ത കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഇവൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എല്ലാം തുറന്ന് സമ്മതിച്ച് പൈപ്പറിനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ലോറയാണ്. കാരണം പൈപ്പർ ഇപ്പോൾ വീട്ടിലില്ല. കൊച്ചിനെ ഇതിനോടകം തന്നെ ലോറ ഗോൾ ബോൾ പ്രാക്ടീസിങ്ങിന് കൊണ്ടുവിട്ടിരുന്നു. അതും ഒരു സ്പോർട്ടാണ്. കണ്ണ് കാണാത്ത അല്ലെങ്കിൽ അത്ര കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പോർട്ട് ടൈപ്പ്. ഒരു ബോൾ ഉണ്ടാവും, എന്നാൽ അതിനകത്ത് മണി ഉണ്ടാവും, ബെല്ലുണ്ടാവും. ആ ഒരു ബെൽ സൗണ്ട് വെച്ചിട്ട് ഇവർക്ക് ബോളിനെ ട്രാക്ക് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും പറ്റണം. ഒരു കൈൻഡ് ഓഫ് ഡോഡ്ജ് ബോൾ പോലെ എന്ന് പറയാൻ പറ്റുന്ന എന്നാൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള റൂൾസ് ഉള്ള ഒരു ഗെയിം. ഇവിടെ വെന്റിയും ആന്റിയും ലോറയുടെ വീട്ടിലെത്തി. നമ്മുടെ ആന്റിയോട് കാറിൽ തന്നെ ഇരുന്നു. ചെക്കൻ ഒട്ടും കൺട്രോൾ അല്ല എന്ന് പറഞ്ഞിട്ട് വെന്റി മാത്രം ലോറയെ മീറ്റ് ചെയ്യാൻ ചെന്നു. അപ്പോഴേക്കും വീട് മുഴുവൻ ഓടിച്ച് ക്ലീൻ ചെയ്യാൻ ലോറയ്ക്ക് പറ്റുന്നുണ്ട്. പുള്ളിക്കാരുടെ കൈ ഇപ്പോഴും ബ്ലേഡ് ആവുന്നുണ്ട്. എന്നാൽ അത് കാണാത്ത രീതിയിൽ ഗൗണൊക്കെ ധരിച്ചിട്ടാണ് വരുന്നത്. ആന്റി നോക്കുമ്പോൾ ഇവരുടെ വീട്ടിലുള്ള കോഴികളിൽ ചിലതിനെയൊക്കെ ആരോ കൊന്നിട്ടിരിക്കുന്നു. അങ്ങോട്ടങ്ങനെ ചെല്ലുമ്പോൾ വീടിന് പുറത്തുള്ള ഷെഡിനുള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് അതിന്റെ ലോക്കൊക്കെ തല്ലിപ്പൊട്ടിച്ച് അകത്ത് കയറി. ആ കാഴ്ച കണ്ട് ഇവന്റെ ഉയിര് പോയെന്ന് തന്നെ പറയാം. കണ്ടില്ലേ, ക്യാത്തിയുടെ അഴുകിക്കൊണ്ടിരിക്കുന്ന ശവം കഴിക്കുവാണ് കോണർ ബേർഡ്. അപ്പോഴേക്കും വീട് മുഴുവൻ പരിശോധിച്ച് ഇവിടെ കുഴപ്പമൊന്നുമില്ലോ എന്ന് കരുതി വെന്റി അവിടുന്ന് തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലോറയുടെ കയ്യിലുള്ള ബ്ലഡ് കാണുന്നത്. അന്നേരം തന്നെ ഷെഡിലെ ആ കാഴ്ച കണ്ട് നമ്മുടെ ആന്റി അലറി വിളിക്കുകയും ചെയ്തു. പണിപാളി എന്ന് മനസ്സിലാക്കിയ ലോറ ഒരുമാതിരി വെന്റിയോടെ കെഞ്ചുന്നുണ്ട്. വെന്റി, നിന്റെ നല്ലൊരു സുഹൃത്താണ്, എന്നെ ഇതിൽ നീ ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം കൂടെ ആയിട്ട് വെന്റിക്ക് ഒന്ന് പേടിയായി. പുള്ളിക്കാരി ഒരു വിധത്തിൽ ലോറയെ തള്ളി മാറ്റി അവിടുന്ന് പുറത്തിറങ്ങുന്നു. ആന്റി വെന്റിയെ വിളിച്ചുകൊണ്ട് പോയി ഷെഡിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതും കൂടെ കണ്ട് പേടിച്ചിട്ട് എത്രയും വേഗം ഇവിടുന്ന് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അവരുടെ കാറിനടുത്തേക്ക് ഓടി ചെല്ലുന്ന വെന്റിയെയും ആന്റിയെയും നമ്മുടെ ലോറ അവരുടെ കാർ ഉപയോഗിച്ച് ഇടിച്ചു വീഴ്ത്തുവാണ്. ഓൺ സ്പോട്ടിൽ തന്നെ വെന്റി തീർന്നു. ഒരിറ്റ് ജീവൻ ബാക്കിയുണ്ടായിരുന്ന നമ്മുടെ ആന്റിയുടെ തല വെള്ളത്തിലേക്ക് മുക്കിപ്പിടിച്ച് അവനെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. മുമ്പ് ലോറ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ലാത്ത സമയത്ത് പെയിന്റ് യൂസ് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് കണ്ടിരുന്നല്ലോ. ഇപ്പൊ തുടർച്ചയായി മഴ പെയ്ത് ആ ഒരു മാർക്ക് കവർ ചെയ്ത് അതിന് മുകളിൽ എത്തിയിട്ടുണ്ട് വെള്ളം. ദെൻ പ്രാക്ടീസിന് പോയി നമ്മുടെ പൈപ്പറിനെ വിളിച്ചുകൊണ്ട് വന്നു. വീട്ടിലെത്തിയതും പൈപ്പറിന് നമ്മുടെ ആന്റിയുടെ ശബ്ദം കേൾക്കാൻ പറ്റുവാണ്. ആന്റിയാണ് വിളിക്കുന്നതെന്ന് കരുതി പുള്ളിക്കാരി അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അത് ആന്റി ആയിരുന്നില്ല, ഒലിവർ ആയിരുന്നു. അവൾ ജസ്റ്റ് ഒലിവറിന്റെ തലയിൽ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ടേ. തൊട്ടപ്പോൾ തന്നെ കൊച്ചിന് എന്തൊക്കെയോ ഡൗട്ട് അടിച്ചു. ഉടൻ തന്നെ ലോറ അവിടെ വന്ന് ഇവളെ വിളിച്ചുകൊണ്ട് പോയി. ലോറ, ഒലിവറിന്റെ മുടി എങ്ങനെയാണെന്നാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞേ? അവന്റെ നല്ല കട്ടിയുള്ള ചുവന്ന കേളി ഹെയർ ആണ് എന്നങ്ങോട്ട് പറഞ്ഞതും പൈപ്പർ പെട്ടെന്ന് ഇവിടുന്ന് ഓടി മാറി രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ്. കാരണം ലോറ പറയുന്നതൊക്കെ കള്ളമാണെന്ന് പൈപ്പറിന് മനസ്സിലായി. ഇവള് പറഞ്ഞ പോലെയൊന്നും അല്ല ഒലിവറിന്റെ മുടി. ഇവളിപ്പോൾ ജസ്റ്റ് അവന്റെ തലയിലും തൊട്ടായിരുന്നല്ലോ. അത്ര മുടിയുമില്ല, തിക്കുമല്ല. ഇതെല്ലാം മനസ്സിലാക്കി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മുടെ പൈപ്പർ ശ്രമിച്ചെങ്കിലും അവൾ ഓടിക്കറുന്നത് ബാത്റൂമിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്നു ആന്റിയുടെ ഡെഡ് ബോഡി. തൊട്ടു നോക്കി അത് ആന്റിയാണെന്ന് മനസ്സിലാക്കി കൊച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ തന്നെ ലോറയും വാതിൽ തുറന്നകത്തേക്ക് കയറി വന്നു. എന്തിനാണ് ലോറ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താ ഇവളുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ, മോളെ പൈപ്പർ, നിന്നെപ്പോലെ തന്നെ ഒരു ഏഞ്ചലുണ്ട്, എൻ്റെ ക്യാത്തി. അവളെ എനിക്ക് തിരിച്ചു വേണം മോളെ. അവളെ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. എൻ്റെ ഏഞ്ചലിനെ ഞാനിപ്പോൾ ഒലിവറിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുക. ഇനിയിപ്പോൾ ഒലിവർ ആ ഏഞ്ചലിനെ നിനക്ക് തരും. നിന്നിലൂടെ എനിക്ക് എൻ്റെ ക്യാത്തിയെ തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടണം മോളെ. ഇവർ ഈ പറഞ്ഞു വരുന്നത് തന്നെ കൊല്ലാനുള്ള പ്ലാനാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ കൊച്ചാവട്ടെ കിട്ടിയ സാധനം എടുത്ത് ഈ പുള്ളിക്കാരുടെ മുഖത്തെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അൺഫോർച്ചുനേറ്റ്ലി കൊച്ചിനെ കൊണ്ട് ഉദ്ദേശിച്ച പോലെ ഓടി പുറത്തിറങ്ങാൻ പറ്റിയില്ല. കണ്ണ് കാണാതെ എത്രയെന്ന് വെച്ചാൽ പോകാൻ പറ്റുക, തട്ടിയടിച്ച് താഴെ വീണു. അങ്ങനെ ബോധം പോയി കിടക്കുന്ന നമ്മുടെ പൈപ്പറിനെയും കൊണ്ട് ലോറ പൂളിൽ ഇറങ്ങി. ക്യാത്തിയുടെ ആത്മാവിനെയും ക്യാരി ചെയ്തുകൊണ്ട് കോണർ ബേർഡും പൂളിൽ വന്നു. ഇനിയിപ്പോൾ പൈപ്പറിനെ കൊല്ലണം. പൈപ്പറിന്റെ ശരീരത്തു നിന്ന് അവളുടെ ആത്മാവിനെ എടുത്ത് കളയണം. അതിനുവേണ്ടി ഈ തള്ള നമ്മുടെ പൈപ്പറിനെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. കോൺഷ്യസ് ആയി വരുന്ന പൈപ്പർ വെള്ളത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തള്ള ഒരു തരത്തിലും കൊച്ചിനെ മുകളിലേക്ക് വരാൻ സമ്മതിക്കുന്നില്ല. വെള്ളത്തിനടിയിൽ തന്നെ മുക്കി അങ്ങനെ പിടിച്ചിരിക്കുവാണ്. കുറേ നേരം സ്ട്രഗിൾ ചെയ്ത് ഒരു പോയിന്റിൽ ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയപ്പോൾ നമ്മുടെ പൈപ്പർ ഈ പുള്ളിക്കാരിനെ അമ്മ എന്ന് വിളിച്ചു. ആ വിളി കേട്ടതും ലോറ അങ്ങ് സ്റ്റക്കായി. ഇത് തന്റെ ക്യാത്തിയാണെന്ന് വിചാരിച്ചു. ഇതുവരെയും ഇത്രയും നാളായിട്ടും ഒരിക്കൽ പോലും നമ്മുടെ പൈപ്പർ ഇവരെ അമ്മ എന്ന് വിളിച്ചിട്ടില്ല. സോ പൈപ്പറിന്റെ ആത്മാവ് ഈ ബോഡിയിൽ നിന്ന് പോയി ക്യാത്തിയുടെ ആത്മാവ് ഈ ബോഡിയിൽ കയറി എന്ന് കരുതി. തനിക്ക് തന്റെ മകളെ തിരിച്ചു കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ ലോറ ഇങ്ങനെ നിൽക്കുമ്പോൾ പൈപ്പർ ശ്വാസമൊക്കെ ഒന്ന് നേരെ എടുത്തിട്ട് അധികം ഒന്നും സംസാരിക്കാതെ നേരെ അവിടെ നിന്ന് മാറിപ്പോവാണ്. കാരണം ലോറയെ അമ്മ എന്ന് വിളിച്ചത് ക്യാത്തിയല്ല, ക്യാത്തിയുടെ ആത്മാവൊന്നുമല്ല, പൈപ്പർ തന്നെയാണ്. പൈപ്പർ അവളുടെ സ്വന്തം അമ്മയെ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത്. രക്ഷപ്പെടാൻ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയപ്പോൾ അമ്മ എന്ന് കൊച്ചു അലറി വിളിച്ചതാണ്. ആ ഒരു വിളി ലോറയെ അൺസ്റ്റേബിൾ ആക്കി. ഇത് തന്റെ ക്യാത്തിയാണെന്ന് ലോറ ഒരു നിമിഷം ചിന്തിച്ചു പോയി. ഈ അവസരം മുതലാക്കി ഒട്ടും സമയം കളയാതെ
കൂടാതെ കിട്ടിയ തക്കത്തിന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പൈപ്പർ. ഇതിനിടെ സ്വഭാവത്തിലല്ലാത്ത കോർണർ ബേർഡ് പൈപ്പറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പൈപ്പർ ഒരു വിധത്തിൽ അതിനെ പിടിച്ചു നിർത്തി അവളുടെ വയറിനിട്ടൊരു ചവിട്ട് കൊടുത്തിട്ട് അവിടുന്ന് പുറത്തു ചാടി. കണ്ണി കണ്ടതെല്ലാം വാരി തിന്ന് വയറൊക്കെ ഒത്തിരി വലുതായിരിക്കുമായിരുന്നു കോർണർ ബേർഡിന്റെ. പൈപ്പർ കൊടുത്ത ഒരൊറ്റ ചവിട്ടി തന്നെ കൊച്ചി ഛർദ്ദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൈപ്പർ ഓടി റോഡിലേക്ക് ഇറങ്ങി. അതുവഴി പാസ് ചെയ്ത കാറിലുള്ളവർ ഇവളെ കണ്ടിട്ട് അപകടത്തിലാണെന്ന് മനസ്സിലാക്കി കൊച്ചിനെ രക്ഷപ്പെടുത്തി. ഒന്ന് ഛർദ്ദിച്ചപ്പോഴേക്കും കോർണർ ബേർഡിന് കുറച്ച് ബോധം വന്നു എന്ന് കരുതുന്നു. കൂടാതെ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ആന്റിക്ക് കിട്ടിയ കോർണർ ബേർഡിനെ കാണാതായി എന്നുള്ള ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, മിസ്സിംഗ് പോസ്റ്റർ, അതും അവിടെ കാണുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ഓർമ്മ വന്നിട്ടാവണം ഈ ഒരു പൊസിഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരുടെ വീടിന് ചുറ്റും വരച്ചിരുന്ന ആ ഒരു വെള്ള ലൈൻ ക്രോസ് ചെയ്ത് കോർണർ ബേർഡ് അപ്പുറത്തേക്ക് വീഴുന്നുണ്ട്. ആ ഒരു കൺട്രോളിംഗിൽ നിന്ന് പുറത്ത് വരുമ്പോൾ, ആ ഒരു പൊസിഷനിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊച്ചിനുണ്ടാകുന്നതും കാണാം. ലോറയാവട്ടെ ക്യാത്തിയുടെ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട്, അഴുകിയ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോകാൻ ശ്രമിക്കുന്നു. ശേഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. അവരുടെ തിരച്ചിലിൽ കോർണർ ബേർഡിനെ അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. കൊച്ചിനെപ്പോഴും ജീവനുണ്ടായിരുന്നു. സ്വബോധത്തിൽ കൊച്ചി സംസാരിക്കുന്നുണ്ട്, അവളെ സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ പേര് കോർണർ ബേർഡ് എന്നാണെന്നും പ്രത്യേകം പറയുന്നുണ്ട്. വിച്ച് മീൻസ് ഇവളിപ്പോൾ കോർണർ ബേർഡാണ്. പൂർണ്ണമായും ലോറയുടെ കൺട്രോളിൽ നിന്ന് പുറത്തു വരാൻ ഇവൾക്ക് സാധിച്ചു. ആൻഡ് ലോറയുടെ വീടും പരിസരമൊക്കെ പരിശോധിച്ചു വരുമ്പോൾ അവിടുത്തെ പൂളിൽ തന്റെ മകളുടെ ക്യാത്തിയുടെ ഡെഡ് ബോഡിയും കെട്ടിപ്പിടിച്ച് മരിച്ചു കിടക്കുന്ന ലോറയാണ് ഇവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അങ്ങനെ ലോറയും മരിച്ചു. ഇതിനിടെ ചെറിയ 1-2 ഷോട്ടുകളിൽ ക്യാത്തിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷ്വൽസ് കാണിക്കുന്നുണ്ടായിരുന്നു. ക്യാത്തി സ്വിമ്മിംഗ് പൂളിൽ വീണ് കിടക്കുമ്പോൾ, മരിച്ചു കിടക്കുമ്പോൾ അവിടെ ബ്ലഡ് പരന്നിരിക്കുന്നത് കാണാം. വെള്ളത്തിലൊക്കെ ബ്ലഡ് കാണാം. അതിനർത്ഥം ക്യാത്തി പൂളിലേക്ക് വീഴുന്നതിന് മുമ്പ് അവളുടെ തല എവിടെയോ ഇടിച്ച് മുറിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു ആക്സിഡന്റ് ആവാം. ആക്സിഡന്റ് ആവാനാണ് കൂടുതൽ സാധ്യത. ക്യാത്തിക്കും കണ്ണ് കാണില്ലായിരുന്നല്ലോ. പൂളിന്റെ സൈഡിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ഇടിച്ച് അവളുടെ തല മുറിഞ്ഞ് ആ ഒരു അവസ്ഥയിലായി അൺകോൺഷ്യസ് ആയിട്ടായിരിക്കാം കൊച്ചു വെള്ളത്തിലേക്ക് വീഴുന്നതും മരണപ്പെടുന്നതും. ശരിക്കും ലോറ കഥയിലെ വില്ലനാണോ? ഒരു തരത്തിൽ ആലോചിച്ചാൽ പുള്ളിക്കാരി വില്ലനാണ്. കോർണർ ബേർഡിനെ കിഡ്നാപ്പ് ചെയ്തു, അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോയി അതിനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ച് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തി. നമ്മുടെ ആന്റിയെ മാനിപ്പുലേറ്റ് ചെയ്ത് പൈപ്പറിനും ആന്റിക്കിടയിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവനെ കൊന്നുകളഞ്ഞു, വെന്റിയെ കൊന്നു, പൈപ്പറിനെ കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരി വില്ലൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ മറ്റൊരു സൈഡ് ചിന്തിക്കുമ്പോൾ വിഷാദത്തിൽ വീണുപോയൊരു സ്ത്രീയാണ് അവരും ഒരു വിക്ടിമാണ്. വെന്റി പറയുന്നുണ്ടായിരുന്നല്ലോ, കുട്ടികളെ ലോറയ്ക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. അവരൊരു നല്ല കൗൺസിലറാണ്. കുട്ടികളോട് ഇടപഴകാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ ലോറയ്ക്ക് പറ്റിയിരുന്നു. കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നല്ലൊരു സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് ലോറയ്ക്ക് വേണ്ടി വെന്റി വാദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളെ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീക്ക് സ്വന്തം മകളുടെ മരണം സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിൽ അവർ വീണുപോയപ്പോൾ അവരുടെ വിഷമം ഒന്ന് ഷെയർ ചെയ്യാൻ പോലും അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ടവളായി ജീവിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. തനിക്ക് നഷ്ടപ്പെട്ട തന്റെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ ഇങ്ങനൊരു അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കി, ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഏതോ കാലത്ത് നടന്ന അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോയി. തന്റെ മകൾക്ക് പകരം മറ്റൊരുപാട് പേരെ കൊല്ലാൻ പോലും അവൾ തയ്യാറായി. ആ ഒരു സൈക്കോ മൈൻഡ് സെറ്റിലേക്ക് മാറി. എല്ലാത്തിനും ഒടുക്കം പ്രതീക്ഷിച്ച പോലെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. മകൾ മരണപ്പെട്ട പോലെ തന്നെ അവളും മരണപ്പെട്ടു. ആക്ച്വലി ഈ സിനിമയ്ക്ക് വേറൊരു ക്ലൈമാക്സ് ഉണ്ട്. ഡയറക്ടേഴ്സിൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, അവർ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ആ ഒരു ഓൾട്ടർനേറ്റ് ക്ലൈമാക്സിൽ അവർ പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ കോർണർ ബേർഡ് വന്ന് ലോറയെ കഴിക്കുന്നതായിട്ടാണ്. ലോറയുടെ ശരീരം മുഴുവൻ കടിച്ച് പറിച്ച് തിന്ന് പുള്ളിക്കാരി അങ്ങനെ കൊന്നുകളയുന്നതായിട്ടാണ്. അത് കുറച്ചുകൂടെ ക്രീപ്പിയാണ്. അതിനേക്കാളും ബെറ്റർ ഇപ്പോൾ ഉള്ള ക്ലൈമാക്സ് തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള കൂടുതൽ സിനിമകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതേപോലെ ഫേസ്ബുക്കിലും ഒഡീസിയിലും നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.